ഹലോ അസ്സലാമു അലൈക്കും. സനാസ് അലി വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ ഏതൊക്കെ തരം മെറ്റീരിയൽസ് ഉണ്ട്, എത്ര വെറൈറ്റി മോഡൽസ് ഉണ്ട്, ഏതൊക്കെ കളേഴ്സ് വരുന്നുണ്ട് എന്നെല്ലാം ഒരുപാട് മെസ്സേജുകൾ വരുന്നത് കാണാം. അപ്പോൾ ഒരു വീഡിയോ കൊണ്ട് അയച്ചു കൊടുത്താൽ കഴിഞ്ഞല്ലോ. നമ്മൾ ഓരോന്ന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലതല്ല ഒരു വീഡിയോ അയച്ചു കൊടുത്താൽ ഇന്ന മെറ്റീരിയലാണ്, ഇന്ന സൈസിൽ കട്ട് ചെയ്യാം, ഇന്ന മോഡൽസാണ്, ഇത്ര കളേഴ്സ് ഉണ്ട് എന്നെല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെ മോഡൽസാണ് ഉള്ളത്, എത്ര മോഡൽസ് ഉണ്ട് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം കൂടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് വെൽവെറ്റാണ്. വെൽവെറ്റിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക്, വൈറ്റ്, റെഡാണ് നമ്മുടെ മെയിൻ കളേഴ്സ്. ഈ 3 കളേഴ്സും ഉണ്ട്. പിന്നെ അതിന് പുറമെ ഓറഞ്ച്, ഗ്രീന്, ബ്ലൂ, യെല്ലോ, പിങ്ക്, റോസ്, അങ്ങനെ വേറെ കളേഴ്സുകൾ ഒരുപാടുണ്ട്. ഒരു മുന്തിരി കളർ ഉണ്ട് കേട്ടോ, ഒരു കാപ്പി ചോപ്പ്, നല്ല ഭംഗിയുള്ളൊരു കളറാണ്. അതുപോലെ അടുത്തത് വരുന്നതാണ് നമ്മുടെ ഗോൾഡ് ബണ്ണാണ് കേട്ടോ. ഗോൾഡ് ബണ്ണിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 12 കളേഴ്സുകൾ അതിൽ വരുന്നുണ്ട്. അതും നല്ല മെറ്റീരിയലാണ്. അതും ഇപ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ള മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, അത് കട്ട് ചെയ്തിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അതുപോലെ കളേഴ്സുകളുടെ കാര്യം നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഓരോ ബണ്ണിലും ഓരോരോ കളേഴ്സുകളാണ്. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ വൂൾ ബണ്ണാണ്. വൂൾ ബണ്ണിലും ഈ പറഞ്ഞ പോലെ 12 കളേഴ്സുകൾ വരുന്നുണ്ട്. ഗോൾഡ് ബണ്ണിലും 12 കളേഴ്സുകൾ വരുന്നുണ്ട്. വെൽവെറ്റിൽ എത്ര കളേഴ്സ് ഉണ്ടെന്നുള്ളത് കറക്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് കളേഴ്സുകൾ അതിൽ ഇനി സ്റ്റോക്ക് ഇരിക്കുന്നത് വേറെയും വരുന്നതായിരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ വൂൾ ബണ്ണിൽ 12 കളേഴ്സുകളുണ്ട്. ഈ ബൺ മെറ്റീരിയൽസിൻ്റെ ബിസിനസ് തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയമായൊരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ കളേഴ്സുകൾ. ഓരോ ബണ്ണിലും ഓരോരോ കളേഴ്സാണ്. എല്ലാവരോടും ഞാൻ പറയും 12 കളേഴ്സ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഓരോ മെറ്റീരിയലിലും 12 കളേഴ്സുകളെല്ലാം വ്യത്യസ്തമായ കളേഴ്സുകളാണ്. എനിക്കത് ഭയങ്കര ഈ ഒരു എന്താ പറയുക, പിസ്ത കളർ നമുക്ക് വേറൊരു മെറ്റീരിയലിൽ വരുന്നത് വേറൊരു ഭംഗിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു പിസ്ത കളർ ബണ്ണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. വൂൾ ബണ്ണിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. അതുപോലെ പിങ്ക് കളറും എല്ലാം നല്ല ഇഷ്ടമാണ്. പിന്നെ അടുത്തത് വരുന്നത് നമ്മളടുത്ത് വരുന്നത് കിഡ്സ് ബണ്ണ് വരുന്നുണ്ട്, സോഫ്റ്റ് ലേഡീസ് ഫിംഗറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കിഡ്സ് ബണ്ണ് ഏറ്റവും കുഞ്ഞി ബണ്ണാണ് കേട്ടോ. കിഡ്സ് ബണ്ണ് എന്നുള്ള പേരൊക്കെ ഇട്ടത് ഞാൻ തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് പറ്റിയ കുഞ്ഞി ബണ്ണാണ്, ചെറിയ ബണ്ണാണ്. ഇത് ഒരുപാട് നമുക്ക് മൂവിങ്ങുള്ളൊരു ബണ്ണാണ്. ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് കുഞ്ഞ് ബണ്ണുണ്ടോയെന്നാണ്. നെയിൽ ലോണിനെക്കാട്ടിലും ചെറിയ ബണ്ണുണ്ടോയെന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അത്രയും ചെറിയ ബണ്ണാണ്, കിഡ്സ് ബണ്ണാണ് കേട്ടോ, കുഞ്ഞി ബണ്ണാണ്. അതിലും ഈ പറഞ്ഞ പോലെ 12 കളേഴ്സുകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലിടയ്ക്കൊരു ചെറിയൊരു പിങ്ക് കളറിൽ മാറ്റം വന്നിട്ടുള്ള ഒരു കളറും വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ചിലപ്പോൾ 13 കളേഴ്സൊക്കെ ചിലപ്പോൾ അതിലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ അടുത്തത് വരുന്നത് സോഫ്റ്റ് ലേഡീസ് ഫിംഗറാണ്. അതിലും 12 കളേഴ്സ് ഉണ്ട്. ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സാണ് അതിലുള്ളത്. അതിൽ വരുന്ന കളേഴ്സ് പറഞ്ഞാൽ ഒരു യെല്ലോ കളറിൽ വെറൈറ്റി ആയിട്ടൊരു യെല്ലോ കളർ വരുന്നുണ്ട്. എങ്കിലും വേറൊരു യെല്ലോ കളർ ഉണ്ട്. പക്ഷേ ആ ഒരു കളർ നമുക്ക് വേറൊരു മെറ്റീരിയൽ വരുന്നില്ല. ഇടയ്ക്കൊക്കെ വെൽവെറ്റ് ബണ്ണിൽ വന്നാൽ കൂടിയും വേറൊരു കളറിൽ വേറൊരു ബണ്ണിൽ അത് വരുന്നില്ല. അപ്പോൾ അതും വ്യത്യസ്തമായ ഒരു ബണ്ണാണ്, കളേഴ്സുകളാണ്. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ ഡബിൾ ഷെയ്ഡ് വരുന്ന ബണ്ണാണ്. സെൻറ്ററിൽ ഒരു ലൈനിൽ മാത്രമാണ് അതിലൊരു കളർ ഉണ്ടായിരിക്കുള്ളൂ. ഇത് നമ്മൾ ഹെയർ ബാൻഡിൽ കൊടുക്കുന്ന നെറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. ഇത് നമ്മൾ 1 ഇഞ്ചിൻ്റെ അളവിൽ വരുന്ന ഹെയർ ബാൻഡിൽ കൊടുക്കുന്ന നെറ്റാണ്. അത് ആ ബണ്ണിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെച്ചതാണ് കേട്ടോ. പിന്നെ അതാണ് ഡബിൾ ഷെയ്ഡിൽ 6 കളേഴ്സാണ് വരുന്നത്. പിന്നെ വരുന്നത് സ്മോൾ വൂൾ ബണ്ണാണ് കേട്ടോ. അതിൽ 6 7 കളേഴ്സൊക്കെയാണ് ഉള്ളത്. അത് ചെറിയ ബണ്ണാണ്, നല്ല ഭംഗിയാണ്. അതിൻ്റെ കളേഴ്സ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് അത് കാണാൻ. അത് സ്മോൾ വൂൾ ബണ്ണാണ് കേട്ടോ. അതും പുതിയ സ്റ്റോക്ക് വന്നതാണ്. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ന്യൂ ലേഡീസാണ്. അത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ്. അതിൽ 6 7 കളേഴ്സാണ് ഉള്ളത് കേട്ടോ. അതിലൊന്നും അധികം കളേഴ്സുകൾ വന്നിട്ടില്ല. പിന്നെ ഉള്ളത് നമ്മൾ ഗോൾഡ് ബണ്ണ്. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ സോഫ്റ്റ് ബണ്ണാണ് കേട്ടോ. അതിലും ഈ പറഞ്ഞ പോലെ 12 കളേഴ്സുകളുണ്ട്. ബ്ലാക്ക്, വൈറ്റ്, ഗ്രീന്, യെല്ലോ, ബ്ലൂ, റെഡ് ഒക്കെ ആയിട്ട് 12 കളേഴ്സുകൾ അതിലുണ്ട്. അതിൽ പിന്നെ നമ്മൾ കാണുമ്പോൾ സ്ഥിരം കാണുന്ന കളേഴ്സുകളാണെന്ന് കരുതാം. പക്ഷെ ചില ബണ്ണുകളിൽ നമുക്കൊരോ കളേഴ്സ് കാണുമ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടും പഠിച്ചിട്ടും പോലും ഇല്ലാത്ത കളേഴ്സാണ് തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മെറ്റീരിയലാണ് പുതിയതായിട്ട് വന്ന മെറ്റീരിയൽ. ഇതിനൊരു പേരൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും പേര് പറയാൻ പറ്റുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കും കേട്ടോ. പുതിയതായിട്ട് വന്ന മെറ്റീരിയലാണ്. അത് മാത്രമല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ്. സൂപ്പർ ക്വാളിറ്റിയാണ്. നമുക്ക് പെട്ടെന്നൊന്നും വലിച്ചത് വലിയണില്ല. നല്ല മെറ്റീരിയലാണ്. അതുപോലെ തന്നെ നമുക്ക് കട്ടിങ്ങിൽ ചെറിയ അളവിൽ, വല്ലാതെ ചെറിയ അളവ് എടുക്കാതെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ലോണം വലിയുന്നുണ്ട്. വല്ലാതെ വലിയ അളവിൽ 1 ഇഞ്ച് അല്ല, 1.5 ഇഞ്ച് 1.25 ഇഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാതെ വലിഞ്ഞിട്ട് നമുക്ക് 2 മടക്കായിട്ട് ഇടാൻ പറ്റില്ല.
അപ്പോൾ അതിന് നല്ലത് 1 ഇഞ്ചിൻ്റെ തൊട്ടടുത്ത് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പർ ബണ്ണായിട്ട് ഇതും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലും 12 കളേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെ കളേഴ്സാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതിനൊരു പേര് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പേര് അടുത്ത വീഡിയോൻ്റെ തമ്പനയിലായിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പേരാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കൊടുക്കുന്നത്. ഇന്ന ആൾ നിർദ്ദേശിച്ച പേര് എന്ന് വേണമെങ്കിൽ തമ്പനയിലായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പേര് പറയാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ കളേഴ്സുകൾ വരുന്നതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്ര മാത്രമാണ് നമ്മുടെ അടുത്തുള്ള മെറ്റീരിയൽ. പിന്നെ കുറച്ച് നൈലോൺ ഇരിക്കുന്നുണ്ട്, ബ്ലാക്ക്, വൈറ്റ്, കുറച്ച് കളേഴ്സായിട്ട് ഇരിക്കുന്നുണ്ട്. അത് സ്റ്റോക്ക് ഉള്ളതാണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഇതാണ് കേട്ടോ. പിന്നെ ഇത് ഇടയിലൊരു വന്നൊരു മെറ്റീരിയലാണ്, പക്ഷേ അത് അത്ര കളേഴ്സൊന്നുമില്ല, ഈ ഒരു കളേഴ്സ് മാത്രമേ ഉള്ളൂ. അതാണ് അത് എടുത്ത് പറയാത്തത്. അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ആ ഒരു ബണ്ണ് എന്താ പറയാവുന്നത് എന്ന് ചോദിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ് അത് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ നമ്മളെടുത്ത് വന്നിട്ടുള്ള മെറ്റീരിയൽ. ഒന്ന് വെൽവെറ്റ്, ഒന്ന് ഗോൾഡ് ബണ്ണ്, വൂൾ ബണ്ണ്, പിന്നെ ബിഗ് ബണ്ണും ഉണ്ട് കേട്ടോ. ബിഗ് ബണ്ണിൽ വൈറ്റ് മാത്രമാണ് കളറുള്ളത്. പിന്നെ ഏതോ ഒരു 1-2 കളേഴ്സൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ സോഫ്റ്റ് ലേഡീസ് ഫിംഗർ, കിഡ്സ് ബണ്ണ്, ഡബിൾ ഷെയ്ഡ്, പിന്നെ പുതിയ മെറ്റീരിയൽ സോഫ്റ്റ് ബണ്ണ്, വൂൾ ബണ്ണ്, സ്മോൾ വൂൾ ബണ്ണ്, പിന്നെ ന്യൂ ലേഡീസ് ഫിംഗർ, അങ്ങനെ 12 മെറ്റീരിയൽ ഉണ്ട്. ബിഗ് ബണ്ണടക്കം 12 ബൺ മെറ്റീരിയൽസ് ഇപ്പം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കഴിഞ്ഞ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഒരു രസകരമായ ഒരു കമൻറ്റ് കണ്ടു. സാധാരണ നമ്മൾ സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, എന്നെന്നും നിലനിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ, കമൻറ്റുകൾ കാണാറുണ്ട്. പക്ഷേ വ്യത്യസ്തമായ ഒരു കമൻറ്റ് കണ്ടു. ഞാനൊരു ക്യാപ്ഷൻ കൊടുത്തിരുന്നു, ഓർഡർ തരുന്നവർക്കും തരാതെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും വളരെയധികം നന്ദിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എനിക്കൊരു ഒരുപാട് ഓർഡർ അപ്പോൾ അതിൽ വന്നൊരു വ്യത്യസ്തമായൊരു കമൻറ്റാണ്, ഞാൻ വാങ്ങാറില്ല, എന്നെ ഉദ്ദേശിച്ചാ പറഞ്ഞത് എന്ന് മനസ്സിലായി എന്നുള്ളത്. കാണുന്നവർ ഫുള്ള് നമ്മുടെ നിന്ന് മെറ്റീരിയൽസ് മേടിക്കുന്നില്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ കാണാത്തവർക്കും നമ്മളൊരു ലൈക്ക് നന്ദി പറയണം. കാരണം വീഡിയോ കാണുക എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്കും നമ്മളൊരു നന്ദി പറയണമല്ലോ, നമ്മുടെ ഓർഡറിനനുസരിച്ച് നമ്മളൊരു നന്ദി പറയണമല്ലോ. വാങ്ങുന്നവർക്ക് മാത്രം കൊടുത്താൽ പോരല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കമൻറ്റിൻ്റെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. പക്ഷേ വാങ്ങില്ല എന്ന് പറഞ്ഞ ആളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മളിതൊന്ന് ചെറിയൊരു പാക്കേജെങ്കിലും ഒന്ന് വാങ്ങി നോക്കണം. എന്നിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ തൊട്ടയൽവക്കത്തുള്ള ഒരു കുട്ടിയോ ഇട്ട് കണ്ടാൽ നമുക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് നമുക്ക് സെയിലാക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സ്റ്റാറ്റസ് വെക്കുക. ഓക്കെ, നല്ലൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ.